ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിന് വേണ്ടി മോഹങ്ങൾ മോഹിച്ചു കൂട്ടുകയല്ല വേണ്ടത്. യേശുവിൻ്റെ മാതൃക പിൻചെന്ന് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുകയും മറ്റുള്ളവരെ ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരുക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. നാശത്തിലേക്കും നരകത്തിലേക്കുമുള്ള വഴിയോ വിസ്താരമുള്ളതാണ്. തോന്നിയാസ ജീവിതം. ആരെയും വകവെക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. എനിക്ക് പണമുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഇതെല്ലാം ദൈവദാനമാണെന്ന് ചിന്തിക്കാതെ എൻ്റേതാണെന്നുള്ള ഭോഷൻ ചിന്തിച്ച് വീണ്ടും പണത്തിൻ്റെയും ജഡസുഖത്തിൻ്റെയും പുറകെ പോകും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കണം. കം ആൻഡ് ഫോളോ മീ. മർക്കോസിൻ്റെ സുവിശേഷം 1:17-18. മർക്കോസിൻ്റെ സുവിശേഷം 1:17-18. കം ആൻഡ് ഫോളോ മീ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പസ്തോലന്മാര് 12 പേരും വലിയ കഴിവൊന്നുമില്ലെങ്കിലും അവസാനം പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ലോകത്തിൻ്റെ അനേകം രാജ്യങ്ങളിലേക്ക് പോയി അനേകം പേരോട് സുവിശേഷം പ്രസംഗിച്ചു. അനേകം രാജ്യങ്ങളിൽ സഭ സ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കണം. മത്തായി 16:24. മത്തായി 16:24. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. സ്വയം പരിത്യജിക്കണം. അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഇന്ന് അനേകര് ചെറുപ്പക്കാരായ മനുഷ്യര് പെട്ടെന്ന് ഒരു രോഗം അവരെ പിടികൂടുകയാണ്. ക്യാൻസർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് വിഷാംശങ്ങൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ക്യാൻസർ വരേണ്ടതാ. എല്ലാവർക്കും ഇല്ല. കുറേ പേർക്ക് ഒരു ക്യാൻസർ വരുന്നു, അതും ചെറുപ്പക്കാർക്ക്. അതിന് പല കാരണങ്ങൾ കാണാം. എൻ്റെ മനസ്സിൽ വന്ന ഒരു കാരണം ഇതാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ തലയിലോട്ട് സാത്താൻ ഒരു നുണവചനം വെച്ച് തരും. നീ ദുഃഖിച്ചോ, ആർക്കും നിന്നെ ഇഷ്ടമില്ല, നിനക്ക് സൗന്ദര്യമില്ല, നിനക്ക് കഴിവില്ല, എല്ലാവരും നിനക്കെതിരാണ്. ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞൊരു കാര്യം ഓർപ്പിച്ചു തരും. 1 മണിക്കൂർ ദുഃഖിച്ചവിടെ ഇരിക്കും. ദുഃഖം പരിശുദ്ധാത്മാവിൻ്റെ ആണോ പിശാചിൻ്റെ ആണോ? പിശാചിൻ്റെയാ. പലരും ദുഃഖപിശാചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവിടെ ഇരിക്കും. കിടക്കാൻ ചെല്ലുമ്പം ദുഃഖപിശാച് വീണ്ടും വരും. നീ ഓർത്തോർത്ത് ദുഃഖിച്ചോ, ഇന്നലത്തെ ദുഃഖം തന്നെ നാളെയും തരും, നാളത്തെ ദുഃഖം തന്നെ നാളത്തെ കഴിഞ്ഞും തരും. 1 മാസം അടുപ്പിച്ച് ഒരേ ദുഃഖം, ഒരേ പരാതി. ഓ, അമ്മായിമ്മ അങ്ങനെ പറഞ്ഞില്ലേ, നാത്തൂൻ അങ്ങനെ പറഞ്ഞില്ലേ, ഭർത്താവ് എന്നോട് ഒരു സ്നേഹം കാണിച്ചില്ലല്ലോ. നെഗറ്റീവ് ചിന്ത പരിശുദ്ധാത്മാവിൻ്റെ അല്ല, പിന്നെ ആരുടെയാണ്? സാത്താൻ്റെ നുണയാണ്. അപ്പം നമ്മൾ പറയണം സാത്താനോട്, ഇതിൻ്റെ 10,000 മടങ്ങ് സഹനം വന്നാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയുള്ളൂ. ഞാൻ വ്യക്തികളെ സ്നേഹിക്കും, അവരെ അനുഗ്രഹിക്കും, അവരെ പോലെയുള്ള 1,000-10,000 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവരെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ. വാ കൊണ്ട് ഏറ്റു പറയുന്നത് സാത്താന് കേൾക്കാം, മനസ്സിലിരിക്കുന്നത് സാത്താൻ അറിയത്തില്ല. വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ, നമ്മുടെ തീരുമാനം പ്രഖ്യാപിച്ച് പറയുമ്പോൾ സാത്താൻ സ്ഥലം വിടും. ആകയാൽ യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടുവോ? പിശാച് നിന്നെ വിട്ടുപോവോ? ഇല്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ സാത്താൻ അത് കേൾക്കും, അവൻ്റെ പവർ പോകും, അവൻ സ്ഥലം വിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് എവിടെ ചെന്നാലും ക്യാൻസറിന്റെ കളിയാണ്. കീമോതെറാപ്പി ചെയ്തു, ഉള്ള പൈസയെല്ലാം കടം വലിച്ചു കയറ്റി, ഉള്ള സെല്ലെല്ലാം കീമോതെറാപ്പി ചെയ്ത് നശിപ്പിച്ചു. എവിടുന്ന് വരുന്നു ഈ രോഗം? ഈ രോഗത്തെ ആട്ടിപ്പായിക്കാൻ ഒരു വഴിയുമില്ലേ? ഉണ്ട്. വേദപുസ്തകത്തില് നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന അനേകം വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ കാണുമ്പോഴൊക്കെ അടയാളപ്പെടുത്തണം. ബൈബിൾ വചനങ്ങൾ നിങ്ങൾ വായിച്ച് അടിവരയിട്ട് സൂക്ഷിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. നിങ്ങളുടെ ബൈബിളിൽ നല്ല വചനം. ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 ബൈബിൾ വേണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വേറൊരാളുടെ ബൈബിളിൻ്റെ പൊടി പരയിടാൻ പോകരുത്. ഓരോരുത്തർക്കും 5-6 ജോഡി ഡ്രസ്സില്ലേ? ഉണ്ടോ? ഉണ്ടോ? അല്ലെങ്കിൽ 2 ജോഡിയെങ്കിലും ഉണ്ടല്ലോ, 1 ജോഡിയെങ്കിലും. അപ്പം അതുപോലെ തന്നെ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ഒരു സമ്പൂർണ്ണ ബൈബിൾ വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ സ്പർശിക്കുമ്പോൾ അടയാളപ്പെടുത്തണം. നിങ്ങൾക്കൊന്നും അങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരാൾ അടയാളപ്പെടുത്തി നോക്കാം, നല്ലതാണെന്ന്. നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അതും അടയാളപ്പെടുത്താം. ഇങ്ങനെ വചനം അടയാളപ്പെടുത്തിയിട്ടുള്ളവരൊന്നുകൂടെ കൈവയ്ക്കുകയെ. ഇത് ഏറ്റവും നല്ല കാര്യമാണെങ്കിലും ഈ വചനങ്ങളൊക്കെ തളർവാദ രോഗികളുടെ കൂടെ അവിടെ കിടക്കുകയാണ്. ഇനി ഞങ്ങൾ നല്ല ഒരു ഡയറിയോ നോട്ട്ബുക്കോ മേടിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങോട്ട് വൃത്തിയായിട്ട് പകർത്തി എഴുതണം, അകത്തി. ആ വചനങ്ങൾ 5-10 പ്രാവശ്യം, 10-20 പ്രാവശ്യം തന്നെ മുറിയിലിരുന്ന് ഉറക്കെ പറയണം. നമുക്ക് കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ പറയണം. അപ്പം അങ്ങനെ വചനം ഉറക്കെ പറയുമ്പോൾ വീട്ടിലെ പൈശാചിക ഇവിടെ വിട്ടുപോകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ദുഃഖം, എപ്പോഴും വഴക്ക്, എപ്പോഴും കുറ്റംപതി, എപ്പോഴും പരദൂഷണം, എപ്പോഴും തെറി. ചില വീടുകളിൽ അല്ലെങ്കിൽ അനേക വീടുകളിൽ ഇന്നതാണ്. കുറ്റം മാത്രം സാത്താൻ ഉറപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഈശോ പറയാണ്, നിങ്ങൾ ആരെയും കുറ്റം വിധിക്കരുത്. ആരെയും എന്ന് പറഞ്ഞാൽ മരിച്ചവരെയും കുറ്റം വിധിക്കരുത്, ജീവിച്ചിരിക്കുന്നവരെയും കുറ്റം വിധിക്കരുത്. കുറ്റം വിധിക്കരുതെന്ന് പറഞ്ഞാൽ വിധിക്കരുതെന്നാണ്. കുറ്റം വിധി വരുമ്പോൾ സാത്താൻ ആ കുറ്റം വീണ്ടും ഓർപ്പിച്ചു തരും, വീണ്ടും ഓർപ്പിച്ചു തരും, വീണ്ടും ഓർപ്പിച്ചു തരും. അങ്ങനെ വെറുപ്പ് ആകും. ഒറ്റ അടിക്ക് അവനെ കൊന്നുകളയണമെന്നൊക്കെ തോന്നിക്കളയും. കാരണം എന്താണ്? സാത്താൻ അകത്തിരുന്ന് പൊളയാണ് അവന്. കുറ്റം ഓർപ്പിച്ചു തന്നു വെറുപ്പിലൂടെ അവൻ കയറി പരിശുദ്ധാത്മാവ് പുറത്തായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയേണ്ട തെറിയൊക്കെ അവൻ ട്യൂഷൻ തരും തലയ്ക്കകത്ത്. ഇനി അയാളെ കാണുമ്പോഴോ അയാളില്ലാത്തപ്പോഴോ വിളിച്ചു പറയേണ്ട തെറി സാത്താൻ ട്യൂഷൻ തന്നു ഒരുക്കും. എന്നിട്ട് അവസരം വരുമ്പോൾ വിളിച്ചു കൂകും. മറ്റേ ആൾ അതിൻ്റെ അപ്പുറം ഇങ്ങോട്ട് കൂകും. എന്നിട്ട് കുടുംബം എന്നും നരകം, നിത്യനരകം. പള്ളിപ്പോക്കും പ്രാർത്ഥനയുണ്ട് താനും, കുടുംബം നിത്യനരകം. ട്യൂഷൻ കൊടുക്കുന്നത് സാത്താൻ. ഇത് സാത്താൻ്റെ വർക്ക്ഷോപ്പ് എന്നാണ് പറയുന്നത്. കാരണം എന്നാണെന്നറിയാമോ? വയസ്സ് 40 ഉണ്ട്, ഒരു 10 വചനം പോലും തലയിലില്ല. സാത്താൻ്റെ വചനം ഇഷ്ടം പോലെ ഉണ്ട് താനും. മറ്റുള്ളവരെ കുറിച്ച് തെറി പറയാനുള്ള വചനവും കുറ്റം വിധിക്കാതിൻ്റെ വല്ലവും കുറ്റം പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കും. വേറൊരാളില്ലാത്തപ്പോഴാണ്, നേരൊരാളുള്ളപ്പോൾ ചെയ്യല മിക്കവാറും. വേറൊരാളുടെ കുറ്റം പറഞ്ഞിട്ട് 4 പേര് കൂടി പൊട്ടിച്ചിരിക്കുക. അത് പാപമാണോ പുണ്യമാണോ? പാപമാണ്. പാപം ഇങ്ങനെ ചെയ്തു കൂട്ടുകയാണ്. എന്നിട്ട് സാത്താൻ പറയും, നിനക്കൊരു പാപമില്ല, നീ ഒരു പുണ്യാളനാണ്, നീ ഒരു പുണ്യാളത്തെയാന്ന് പറഞ്ഞുതരും. തല നിറച്ച്, ഹൃദയം നിറച്ച് പാപം, എളിമയില്ല, അഹങ്കാരം, കുറ്റം വിധി, എല്ലാ തരത്തിലുള്ള തിന്മയും നമ്മിലേക്ക് സാത്താൻ കുത്തിവെക്കും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രു പാപവും അതിലൂടെ നുഴഞ്ഞു കയറുന്ന സാത്താനുമാണ്. പരിശുദ്ധാത്മാവും മാന്യനായതുകൊണ്ട് പിൻവാങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുമ്പസാരിച്ചു എന്നുള്ളത് സത്യമാണ്. ഇനിയും തെളിഞ്ഞ് മനസ്സിലാക്കാനുള്ള അനേകം പാപങ്ങൾ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എൻ്റെ പാപം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. ഈ കുറ്റം വിധി പാടില്ല എന്ന് പറഞ്ഞാൽ കയറൂരിവിട്ട വിമർശനങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചാണെങ്കിലും നമ്മൾ കയറൂരിവിട്ട വിമർശനങ്ങൾ നടത്തും. അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയുമില്ല. അവർക്ക് വേണ്ടി മെനക്കെട്ട്, ദൈവമേ ഒരു 10,000 രാഷ്ട്രീയ നേതാക്കളെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, അവരുടെ പാപം ക്ഷമിക്കണമേ, അവരെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലതാനും വലിയ ആളാകാൻ വേണ്ടി അതും ഇതെല്ലാം വിളിച്ചു പറഞ്ഞു നടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുമ്പസാരം കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഇനി അടുത്ത കുമ്പസാരത്തിൽ പറയാനുള്ള പാപങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാളെ ഇപ്പോൾ ഓടിപ്പോണമെന്നില്ല. അടുത്ത കുമ്പസാരത്തിൽ പറഞ്ഞാൽ മതി, അവസരം കിട്ടും, എഴുതി വെച്ചാൽ മതി.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരേണമേ. എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരേണമേ. എഴുന്നള്ളി വരണമേ. ദൈവ സ്നേഹത്താൽ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. നിറയ്ക്കണമേ. ഹല്ലേലൂയ. 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 എനിക്ക് അടുത്ത മാർച്ചില് 14-ാം തീയതി ആകുമ്പോ 70 വയസ്സാകാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. കൈ കൊട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറയുന്നത് എന്നാന്നറിയാമോ, 20-ാമത്തെ വയസ്സില് കോളേജ് പഠിക്കുന്ന കാലത്ത്, അന്ന് സെമിനാരിക്കാരനാണ്, അന്ന് അച്ഛന്മാരുടെ കൂടെ ഉള്ള പ്രാർത്ഥനയുണ്ട്. കാലത്ത് അരമണിക്കൂർ ധ്യാനം, കുർബാന, പിന്നെ മോർണിംഗ് പ്രേയേഴ്സ്, ഉച്ചയ്ക്കുള്ള ചെറിയ പ്രാർത്ഥന, 4 മണിക്കുള്ള പ്രാർത്ഥന, വൈകുന്നേരമുള്ള കൊന്ത, നമസ്കാരം, എല്ലാം കൂടെ ഒരു 2.5 മണിക്കൂർ പ്രാർത്ഥന അന്നുണ്ട്. എങ്കിലും കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇതുപോരാ, 1 മണിക്കൂർ കൂടുതൽ നീ പ്രാർത്ഥിക്കണം. ആരും അറിയാതെ ഞാൻ വൈകുന്നേരത്തെ കൊന്തയ്ക്ക് മുമ്പ് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരവസരത്തില് ഞാൻ ഒരു സ്നേഹ മധുര ശബ്ദം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ കേട്ടു. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. നിനക്ക് കിട്ടുമെന്നല്ല, ആർക്കൊക്കെ വേണ്ടി ചോദിച്ചോ അവർക്കെല്ലാം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ബൈബിളിൽ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനേ യേശു തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാൻ ഇന്ന് കാലത്ത് മരിയ വോൾത്തോർത്തയുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന 15,000 പേജുള്ള പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോൾ ഏതാനും പേര് ഈശോയോട് ചോദ്യം ചെയ്തു. ഒരാൾ എഴുന്നേറ്റ് നിന്ന്, സോളമൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, അനേകം സ്ത്രീകളെ കൂടെ പാർപ്പിച്ചു, എന്തിന് അവന് ജ്ഞാനം കൊടുത്തു? ദൈവത്തിന് അത് അറിയാൻ പാടില്ലായിരുന്നോ? ഉടനെ ഈശോ അവരോട് പറഞ്ഞു, സോളമൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പണം തരണം, സമ്പത്ത് തരണം, സൈന്യബലം തരണം ഒന്നും പറഞ്ഞില്ല. അവൻ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിന് വേണ്ടിയാണ്. അത്ര ശ്രേഷ്ഠമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് അവൻ്റെ മറ്റു പാപങ്ങൾ വെട്ടിക്കുറച്ച് കളയുന്നു. ഉന്നതമായ ദാനത്തിന് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിച്ചത്. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് വേണ്ടി മാത്രം പോരാ, ലോകം മുഴുവനും വേണ്ടി, 743 കോടി ജനത്തിനു വേണ്ടി, ചുറ്റുമുള്ള 10,000-ങ്ങൾക്ക് വേണ്ടി ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ തരണമേ. സോളമൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതനുസരിച്ച് എത്രയോ കോടി ജനങ്ങൾ ഇന്ന് പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ മാതൃക ശ്രേഷ്ഠമാണ് എന്ന് ഈശോ മറുപടി പറയുകയാണ്. ദൈവത്തിൻ്റെ വഴികൾ നമുക്കറിയാൻ പാടില്ല. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, 20-ാമത്തെ വയസ്സില് ഞാൻ ദൈവസ്വരം കേട്ടു. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. ഓരോ ദിവസവും കാലത്ത് എഴുന്നേൽക്കുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കും, 743 കോടി ജനത്തിന്, ഓരോരുത്തർക്കും, ഓരോരുത്തരെയും, എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആ പ്രാർത്ഥന ദിവസത്തിൽ പലപ്പോഴും ഞാൻ ആവർത്തിക്കും. ഹല്ലേലൂയ. 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 ഞാൻ
ദൈവ സ്വരം കേട്ടു. ഞാൻ കേട്ട സ്വരം ഇതായിരുന്നു: ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. ഇതനുസരിച്ച് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നിസ്സാര പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോവേൽ പ്രവാചകൻ ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ജോവേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു: അന്ത്യനാളുകളിൽ എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, വചന പ്രഘോഷകരാകും. നമ്മുടെ ജെയ്മിയൊക്കെ നല്ല യൗവനകാലത്ത് ഇപ്പം വയസ്സനായിക്കൊണ്ടിരിക്കുന്ന ആളാ. ജെയ്മി പാട്ടുകാരനും ഇതിലായിട്ട് അനേകം പേര് ചെറുപ്പക്കാരെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു, പാട്ട് പഠിപ്പിക്കുന്നതെല്ലാം. നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, പ്രവാചകരായിത്തീരും, വചന പ്രഘോഷകരായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. ഞാൻ ഒരിക്കല് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂര് കളത്തിൽ CMI നടത്തിയ ഒരു ധ്യാനത്തിൽ കൂടാൻ പോയി. ആ ധ്യാനത്തിന്റെ 3-ാം ദിവസം എനിക്കൊരു സ്വപ്നം. ഒരു നല്ല വണ്ണവും പൊക്കമുള്ളൊരു സ്ത്രീ ഒരു കൊച്ചു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് ആ കൊച്ചു കുഞ്ഞിനെ ദൂരദേശത്തേക്ക് വിറ്റ് കളയുന്നു. അങ്ങനെ സ്വരം ഞാൻ കേട്ടു: കൊച്ചു കുഞ്ഞിനെ ദൂരദേശത്തേക്ക് വിറ്റ് കളയുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ആ കൊച്ചു കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മുഖമായി മാറി. ആ മാസങ്ങളിൽ ഞങ്ങളുടെ സുപ്പിരേച്ചൻ വന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു: നായിക്കമ്പറമ്പിലച്ഛന് പോട്ടയിൽ നിന്നൊരു മാറ്റം തരാൻ പോകുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ പറഞ്ഞു, ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് 25,000 പേര് വരുന്ന സമയമാണ്. അച്ഛനും കൂടി ഉള്ളത് കൊണ്ടാണ് വരുന്നത്. അച്ഛനെ മാറ്റിയാൽ ശരിയാവുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും ജനം അവിടെ വന്നാൽ മതി, അവരോട് പ്രസംഗിക്കാമല്ലോ എന്ന ചിന്തയായിരുന്നെങ്കിലും കൂടെയുള്ള വൈദികർ സുപ്പീരിയച്ചനെ എതിർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പനച്ചക്കലച്ചനൊക്കെ പല പ്രാവശ്യം സുപ്പീരിയച്ചനെ കാണാൻ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. നായിക്കമ്പറമ്പിലച്ചനെ മാറ്റരുതെന്ന് പറയാം. ഞാൻ ഒരു പ്രാവശ്യം പോലും ആവശ്യപ്പെട്ടില്ല മാറ്റരുതെന്ന്. എനിക്ക് ഇന്ന സ്ഥലത്ത് വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു. അപ്പോൾ ആണ് ഞാൻ ധ്യാനം കൂടാൻ പോകുന്നത്. അപ്പോഴാണ് ഈ പ്രായം ചെന്ന സ്ത്രീ ഒരു കൈക്കുഞ്ഞിനെ ദൂരദേശത്തേക്ക് വിറ്റ് കളയുന്നു. എന്നിട്ട് ഇംഗ്ലീഷിൽ അടുത്ത വചനം കേട്ടു: ദിസ് ചൈൽഡ് ഈസ് സോൾഡ് ഔട്ട് ഫോർ വേൾഡ് ഇവാഞ്ചലൈസേഷൻ. ഈ ട്രാൻസ്ഫർ ലോകസുവിശേഷീകരണത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. വേൾഡ് ഇവാഞ്ചലൈസേഷൻ പോട്ടയിൽ കെട്ടിക്കിടന്നാ പോരെന്ന്. പ്രൈസ് ദി ലോർഡ്. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ പനക്കലച്ചനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നമുക്ക് 2 പേർ കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. അച്ഛനും ഞാനും കണ്ണടച്ച് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു വാനെ കയറി ടാറ്റ പറഞ്ഞ് പോകുന്ന ആളെ കാണുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ട്രാൻസ്ഫർ ദൈവത്തിൻ്റെ ആണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇപ്പം തന്നെ നമുക്ക് സുപ്പീരിയച്ചനെ വിളിക്കാം, ട്രാൻസ്ഫർ എഴുതാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വിളിച്ചു. ഞങ്ങൾ ട്രാൻസ്ഫർ റെഡിയാണ്. പിന്നെയും കുറേ 6 മാസം കഴിഞ്ഞാൽ ട്രാൻസ്ഫർ എഴുതുന്നുള്ളൂ. അതായത് അവിടുന്ന് മാറുന്നതിന് മുമ്പ് 52 ആഴ്ചത്തെ കൺവെൻഷൻ ബുക്ക് ചെയ്തു. അതിൽ ഒരു ദിവസം ഒഴിവാക്കിയിടും, ശനിയാഴ്ച. വെള്ളിയാഴ്ച കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് പോട്ടെ വരണം. ശനിയാഴ്ച പ്രാർത്ഥന കൂടിയിട്ട് ഞായറാഴ്ച പോകണം. ഇപ്പോൾ സുപ്പീരിയച്ചൻ ട്രാൻസ്ഫർ എഴുതിയപ്പോൾ എന്നെ മൂക്കന്നൂരുള്ള എസ്റ്റേറ്റ് ആശ്രമത്തിലേക്കാണ് മാറ്റിയത്. മനുഷ്യരില്ലാത്ത സ്ഥലമാണ്. എന്നിട്ട് എന്നോട് എഴുതി തന്നു, അവിടെ യാതൊരു പ്രോഗ്രാമും നടത്താൻ അച്ഛൻ അനുവാദമില്ല, തിരിച്ച് പോട്ടയിൽ വന്ന് ശുശ്രൂഷ ചെയ്തോളണം. അതാണ് ഈ ശനിയാഴ്ച പ്രാർത്ഥന. ബാക്കിയുള്ള സമയത്ത് കൺവെൻഷൻ. അങ്ങനെയാണ് കേരളം മുഴുവൻ, കേരളത്തിന് പുറത്തും പിൽക്കാലത്ത് ഇന്ത്യക്ക് പുറത്തും കൺവെൻഷനിലേക്ക് അയക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഡിവൈൻ ധ്യാന കേന്ദ്രം വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് പുറത്തേക്ക് കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ വചന പ്രഘോഷകർ പോകാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്രകാരം ഒരു സുവിശേഷ വേല ദൈവം ഉയർത്തി തന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക കാലഘട്ടം
തുറന്നു തന്നുകൊണ്ടാണ്. നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ദൈവം പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായിട്ട് നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു മകൻ ഒരു മകള് വിദേശത്ത് പോയി പഠിക്കാൻ പോകുന്നു. നമ്മള് എന്താ നമ്മുടെ ലക്ഷ്യം? അത്ര നല്ല ലക്ഷ്യമല്ല. കാശുണ്ടാക്കണം, വലിയ പൈസ ഉണ്ടാക്കണം, അതിനുശേഷം ഒരു വലിയ വീടുണ്ടാക്കണം, അതിനുശേഷം ആ വീടിൻ്റെ മുകളിൽ കയറിയിരുന്ന് തന്നെ ഒന്ന് അഹങ്കരിക്കണം. കണ്ടോ, എല്ലാവരും ഒന്ന് കാണട്ടെ ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കഴിവ്. നന്ദി പറയണമെന്നല്ല, സ്തുതിക്കണമെന്നല്ല. ദുരുദ്ദേശത്തിന് വേണ്ടി മക്കളെ പഠിപ്പിക്കാൻ വിടും. ഒരു രാജ്യത്തിലേക്ക് നമ്മുടെ മകനെയോ മകളെയോ അയക്കുന്നുണ്ടെങ്കിൽ അത് ദൈവമാണ് അയക്കുന്നതെങ്കിൽ ആ രാജ്യത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ്. മക്കളെ വിടുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. എൻ്റെ മകൻ താമസിക്കുന്ന സ്ഥലം, ജോലി ചെയ്യുന്ന സ്ഥലം, അതിനു ചുറ്റുമുള്ള 10,000-ങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആ ദേശത്ത് വർഷിക്കണമേ. ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ ചെകുത്താൻ വിഴുങ്ങും. അവിടെയുള്ള പ്രീ മാരിറ്റൽ സെക്സ്, തോന്നിയാസ ജീവിതം കണ്ട് നമ്മുടെ മക്കളും അവരെ അനുകരിക്കാൻ തുടങ്ങും. നമ്മുടെ മക്കളെയോ മകനെയോ മകളെയോ ഭർത്താവിനെയോ ഭാര്യയോ ഏതെങ്കിലും രാജ്യത്തേക്ക് വിടുമ്പോൾ നിരന്തരം ഇടവിടാതെ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടുത്തെ ഒരു 10,000 ഭരണകർത്താക്കളെ, ചുറ്റുമുള്ള ഒരു 10,000 പേരെ, ഒരു 10,000 തിരുസഭ ശുശ്രൂഷകരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. ആ രാജ്യത്തെ സാത്താന്റെ പിടിയിൽ നിന്ന് മോചിച്ചില്ലെങ്കിൽ ആ സാത്താൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിഴുങ്ങും. എന്നിട്ട് നിലവിളിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കാരണം ദൈവം അയക്കാതെ ആരും ഒരു ദേശത്തേക്കോ ഒരു രാജ്യത്തേക്കോ പോകരുത്. ദൈവം അയക്കുന്നെങ്കിൽ അത് പണം ഉണ്ടാക്കാനല്ല. പണം വേണം. ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുവാൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മത്തായി 6:33. എല്ലാവരും പറഞ്ഞേ, മത്തായി 6:33. ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുവാൻ. എന്താണ് ദൈവത്തിന്റെ രാജ്യം? പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം, ദൈവസ്നേഹം നിറഞ്ഞ ജീവിതം. ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതി, പാപമില്ലാത്ത ജീവിതം, ദൈവ ഭയമുള്ള ജീവിതം, വിശുദ്ധ ജീവിതം. അതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളില് മരിയ ഓളത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്നുള്ള പുസ്തകം വായിച്ചപ്പോ ഈശോ സ്വർഗസ്ഥനായ പിതാവ് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഭാഗം വായിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത് ലോകം മുഴുവന്റെ പിതാവാണ്. അങ്ങയുടെ നാമം ലോകം മുഴുവൻ അറിയപ്പെടണം. അതായിരിക്കണം നമ്മുടെ ദാഹം. ദൈവം അനന്ത സ്നേഹമാണ്, അത് ലോകം മുഴുവൻ അറിയപ്പെടണം. അല്ലാതെ കുഞ്ഞിക്കഞ്ഞി വെച്ച് കുടുംബ പ്രാർത്ഥന നടത്തിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാനല്ല. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ദാഹം ഉണ്ടാകണം. അനന്ത സ്നേഹമായ ദൈവം, അനന്ത നന്മയായ ദൈവം ലോകം മുഴുവൻ അറിയപ്പെടണം, സ്നേഹിക്കപ്പെടണം, ശുശ്രൂഷിക്കപ്പെടണം, ആരാധിക്കപ്പെടണം. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം എല്ലാ ഹൃദയങ്ങളിലും വരണമേ. ഇതാ ഈശോ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത്. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗത്തില് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുവോ? ഇല്ല. അതുപോലെ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ദൈവ തിരുവിഷ്ടത്തിന് വിധേയമായി ജീവിക്കണം. അവര് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ദൈവമേ എന്നെ കുറിച്ച്, എൻ്റെ മക്കളെ കുറിച്ചുള്ള അങ്ങയുടെ തിരുവിഷ്ടം മനസ്സിലാക്കി തരണമേ. ദൈവമേ എൻ്റെ മക്കളെ അങ്ങയുടെ ദാസരാക്കണമേ, അങ്ങയുടെ ശുശ്രൂഷകരാക്കണമേ. അല്ലാതെ ഡോക്ടറാക്കണമേ, എഞ്ചിനീയർ ആക്കണമേ, ഏറ്റവും വലിയ ജോലി കിട്ടണമേ. ഈ പിച്ച പ്രാർത്ഥനയല്ല നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. നമുക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനയിൽ 1-ാം സ്ഥാനം
ദൈവ തിരുവിഷ്ടമറിയുവാൻ, ദൈവസ്വരം ശ്രവിക്കുവാൻ, ദൈവാത്മാവ് കൊണ്ട് നിറയുവാൻ വേണ്ടിയായിരിക്കണം. യോഹന്നാന്റെ 10:27 യേശു അരുളി ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ഇപ്പൊ നമ്മള് ബൈബിള് വായിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന ദാഹം. ദൈവവചനത്തിന് വേണ്ടി ദൈവസ്വരം ശ്രവിക്കാനുള്ള ദാഹം. ഇതില്ലാതെ ബൈബിള് വായിച്ചിട്ട് എന്ത് കാര്യം? ഉണക്ക പുസ്തകം പോലെ ഇരിക്കും. ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്ന് ഏത് വചനമാണ് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കി തരണമേ. പ്രിയപ്പെട്ടവരെ, ബൈബിള് വായിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് വായന നിർത്തിയ മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇവിടെ ഇരിക്കുന്ന പലരും. വായിച്ചാൽ തന്നെ ചുമ്മാ ഒന്ന് തുറന്നിട്ട് ഒരു വായന, ഒരു മടക്ക് വായിച്ചു, ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ വായന കൊണ്ടാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. 10 സമയം ദൈവവചനത്തിന് കൊടുക്കുക. ദശാംശം എന്ന് പറഞ്ഞാൽ എത്ര വരും? 24 മണിക്കൂറിൽ 10 എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. കാലത്തും വൈകുന്നേരവും അവസരം കിട്ടുമ്പോഴൊക്കെ അതിന് TV-യുടെ മുമ്പിൽ പോയിരിക്കും, സീരിയൽ കാണും. ആ പരിപാടിയാണ് സത്താൻ്റെ പരിപാടി. ആ സീരിയല് കാണിക്കുന്ന കോപ്രായങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും നമ്മുടെ മക്കളും അനുകരിക്കും. അവിടെ ഒരാള് വ്യഭിചാരം അഭിനയിച്ചു, കൊലപാതകം അഭിനയിച്ചു, അവൻ 50 ലക്ഷമൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് കണ്ട് ആനന്ദിക്കുമ്പോൾ സാത്താനെയാ. നമ്മുടെ മക്കൾക്കും നഷ്ടപ്പെടാൻ പോകുന്നത് ജീവിത വിശുദ്ധിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ ചാനൽ കാണാൻ സമയം എടുക്കുകയല്ല, സീരിയൽ കാണാൻ സമയം, താല്പര്യം. നമ്മൾ അടിമയായി പോയി സാത്താന്, ദുർമോഹങ്ങൾക്ക് അടിമയായി പോയി. നമ്മൾ മാനസാന്തരപ്പെടണം. നമുക്കൊരു ജീവിത ലക്ഷ്യം വേണം. ഈശോ പറഞ്ഞു, കം ആൻഡ് ഫോളോ മീ. എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിച്ചാൽ എന്തായിരിക്കും റിസൾട്ട്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഒരു നല്ല വചനം ദുഃഖിച്ചിരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾ ദുഃഖത്തിൽ നിന്ന് മാറി ഒരുപക്ഷെ ധ്യാനം കൂടാൻ വരും, ഒരുപക്ഷെ ഒരു നല്ല പുസ്തകം വായിക്കും, ഒരുപക്ഷെ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കും, നോട്ടെടുക്കും. അധ്വാനിക്കണം. നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണം. അത് ഈ തൂമ്പാപ്പണി മാത്രമല്ലത്, ഈ വയറിനുള്ള ആഹാരം മാത്രമല്ലത്. എന്താണ്? നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് മെനക്കെട്ട് ബൈബിളും നല്ല പുസ്തകവും വായിച്ച് നോട്ടെടുത്ത് വചനം കൊണ്ട് തല നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവിക ജ്ഞാനം ഹൃദയത്തിൽ മനസ്സിൽ സൂക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.